ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമ പറയുകയാണ്, എനിക്ക് ഇപ്പോഴാവുന്ന സമാധാനമായത്. അമൃതേട്ടത്തിയുടെ മുഖത്തെ ചിരിയൊന്ന് കാണാൻ പറ്റിയല്ലോ. ഇത്രയൊക്കെ ആയിട്ടും ഐശ്വര്യേട്ടത്തി വെറുതെ ഇരിക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്ന് അഖില് ശ്യാമയോട് ചോദിക്കുന്നു. പ്രഗ്നൻ്റ് ആണെന്ന് കരുതിയ ആദ്യേട്ടൻ ക്ഷമിച്ചത്, ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുമ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും. പിന്നെ അവരൊന്നും നന്നാകാനേ പോകുന്നില്ല. ശ്യാമ എന്താണെങ്കിലും സൂക്ഷിച്ചോ. ശ്യാമയ്ക്ക് നേരെയുള്ള അടുത്ത അസ്ത്രത്തിനുള്ള ഒരുക്കമായിരിക്കും അവർ രണ്ടുപേരും. അരുണേട്ടനോട് എന്താണെങ്കിലും ഈ വിഷയം പറയാനേ സാധിക്കില്ല. അത് പിന്നെ വലിയ പ്രശ്നമാകും. തൽക്കാലം അരുണേട്ടനെ ഓർത്ത് നമുക്കെല്ലാം മറക്കാമെന്ന് അഖിലും പറയുന്നു. പെട്ടെന്ന് കുഞ്ഞു ചവിട്ടുകയാണ്. എന്താ ശ്യാമേ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ രണ്ടും കൂടി സംസാരിച്ചിരുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, അതാകും ചവിട്ടിയതെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് ചോദിക്കുകയാണ്, ആണോടാ മോനെ. അതേസമയം വീണ്ടും ചവിട്ട് കിട്ടുകയാണ്. തുടർന്ന് അഖില ശ്യാമയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ബാങ്കുകാരുടെ കാര്യമോർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് അശ്വതി. അതേസമയം നിലവിളക്ക് തുടച്ചുകൊണ്ട് വനജ അങ്ങോട്ടേക്ക് വരുന്നു. എന്താ അമ്മേ, നിലവിളക്ക് എന്തിനാ? നിലവിളക്ക് എന്തിനാ സാധാരണ എടുക്കാറ്? കത്തിക്കാൻ, അല്ലാതെ എന്തിനാണെന്ന് വനജ ചോദിക്കുന്നു. എൻ്റെ അമ്മേ, ബാങ്കുകാർ ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് ജപ്തി നടപടികൾക്ക് വേണ്ടി വരാം. എന്നിട്ടമ്മ നിലവിളക്ക് കത്തിക്കാൻ പോവുകയാണോ? നീ പോയെന്ന് കുളിച്ചൊരുങ്ങ്, മോളെയും റെഡിയാക്കി നിർത്ത്. എന്താണെങ്കിലും നിലവിളക്ക് കത്തിച്ചിട്ട് ഇവിടുന്ന് പടിയിറങ്ങാം. അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അശ്വതി ചോദിക്കുമ്പോൾ വനജ പറയുകയാണ്, നീ പേടിക്കണ്ട, എനിക്ക് തലയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ സ്വബോധത്തോടെ തന്നെയാ, നീ ചെന്ന് റെഡിയാകാൻ നോക്ക്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. സുരഭി ശ്യാമയുടെ മുറിയിലേക്ക് പാത്തും പതുങ്ങിയും ചെല്ലുകയാണ്. ശ്യാമ കുളിക്കുകയാണ്. ഇവിടെ ആരുമില്ല, ഇത് തന്നെ പറ്റിയ സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോപ്പുമായിട്ട് സുരഭി ശ്യാമയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം ശ്യാമയുടെ ചെരുപ്പിൻ്റെ അടിയിൽ ഒരു സോപ്പ് കഷ്ണം ഒട്ടിച്ചു വെക്കുകയാണ് സുരഭി. ശ്യാമ ഇപ്പോൾ കുളി കഴിഞ്ഞിറങ്ങും, നേരെ ഈ ചെരുപ്പിടും. അതോടെ തറയിൽ വീഴുകയും അവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുരഭി. അതേസമയം അഖില് മുകളിലേക്ക് വരുന്നു. അഖിലിനെ കണ്ടുവിടാൻ അവിടെ ഒളിച്ചു നിൽക്കുകയാണ് സുരഭി. തുടർന്ന് ശ്യാമ കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരികയും ആ ചെരുപ്പിടുമ്പോൾ തെന്നി വീഴാൻ പോവുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ശ്യാമയെ അഖില് താങ്ങി പിടിക്കുകയാണ്. എന്താടോ, നോക്കി നടക്കണ്ടേ എന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അത് പിന്നെ ചെരുപ്പിനെന്തോ ഒരു വഴുവഴുപ്പുള്ളതുപോലെ. ഇത് കേൾക്കുന്ന അഖില് ചെരുപ്പൂരി നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ സോപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ശ്യാമയും അഖിലും ഒരേപോലെ പറയുകയാണ്, ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്. അതേസമയം ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് സുരഭി. തുടർന്ന് സുരഭി അവിടുന്ന് പതിയെ മുറിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ അഖില സുരഭിയെ കൈയോടെ പിടിക്കുകയാണ്. നിങ്ങളുടെ മകളുടെ കുറേ വേലത്തരമൊക്കെ ഞങ്ങൾ സഹിച്ചിട്ടുള്ളതാ. എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും വിഷം കൊടുത്ത് കൊല്ലാൻ വരെ നോക്കിയതാ നിങ്ങളുടെ മകള്. അതുകൊണ്ട് കൂടുതൽ ഉടായ്പുമായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങണ്ട. പിന്നെ നിങ്ങൾ രണ്ട് കാലാൽ ഇവിടെ നിന്ന് പോകില്ല. ഞാൻ തല്ലി ഒടിക്കുമെന്നൊക്കെ അഖിൽ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുരഭി. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ബാങ്കുകാര് വീട് ജപ്തി ചെയ്യാനായി വീട്ടിലെത്തിയിരിക്കുന്നു. കുറച്ച് സാവകാശം കൂടി ഞങ്ങൾക്ക് തരണമെന്നും ഒരാള് ഇപ്പോൾ വരുമെന്നുമൊക്കെ വനജ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ബാങ്കുകാര് കേൾക്കാൻ തയ്യാറാകുന്നില്ല. പൈസ തരുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ജപ്തി നടപടികൾ ഇവിടെ നിർത്തിവെക്കാമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും വനജ ആളിപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്യുകയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി ഇത് വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ലെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ഒരു ലേഡി കോൺസ്റ്റബിൾ വന്ന് വനജയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് അവർ വീട്ടിലെ ഓരോരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് മാറ്റുന്നു. ഇതെല്ലാം കണ്ട് തകർന്ന് പൊട്ടിക്കരയുകയാണ് വനജയും അശ്വതിയും ശ്രീകുട്ടിയും. എന്താ ജയേഷ് വരാത്തത് എന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് വനജ. അതേസമയം അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നു. കാറിൽ നിന്നും കല്യാണ വേഷത്തിൽ ജയേഷും ജയേഷിന്റെ അമ്മയും വരുമ്പോൾ അവരെ കണ്ട് വനജ സന്തോഷത്തോടെയും അശ്വതിയും ശ്രീകുട്ടിയും ഞെട്ടലോടെയും നിൽക്കുന്നു. മോൻ എന്താ താമസിച്ചത്, ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയെന്ന് വനജ പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, മുഹൂർത്തം നോക്കണ്ടേ അമ്മ എല്ലാത്തിനും. മോളും അശ്വതിയും ഒക്കെ പേടിച്ചു നിൽക്കുകയാണല്ലേ. ഇനി ഒരു പേടിയും വേണ്ട, കൃത്യസമയത്ത് ഞാനിവിടെ എത്തിയല്ലോ. തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥനോട് ജയേഷ് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള 15 ലക്ഷം രൂപ ഞാൻ തരാം. ജപ്തി നടപടികളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചേക്ക്. ഞങ്ങൾ കുടുംബക്കാർക്ക് സംസാരിക്കാൻ ഒരു 15 മിനിറ്റ് സമയം തരണം. അതിനുശേഷം നിങ്ങളുടെ പണം ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞ് ജയേഷ് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറിയതിന് ശേഷം ജയേഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ പാലിക്കും. അതേപോലെ അമ്മ പറഞ്ഞ വാക്ക് അമ്മയും പാലിക്കണം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞെന്ന് വനജ പറയുമ്പോൾ
അശ്വതിക്ക് ഇതാണോ വേഷമെന്ന് ജയേഷ് ചോദിക്കുന്നു. ഒരുക്കത്തിലേക്ക് എന്തിരിക്കുന്നു മോനെ, ചടങ്ങല്ലേ പ്രധാനമെന്ന് ജയേഷിന്റെ അമ്മ പറയുന്നു. അങ്ങനെ ജയേഷും അമ്മയും കൂടി അകത്തേക്ക് പോകുമ്പോൾ വനജ അശ്വതിയോട് പറയുകയാണ്, മോളെ വേഗം വരാൻ നോക്ക്, ബാങ്കുകാരൊക്കെ പുറത്ത് നിൽക്കുകയല്ലേ, എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടത്തണം. എന്താ അമ്മേ, അമ്മ എന്താ ഈ പറയുന്നതെന്ന് അശ്വതി ചോദിക്കുമ്പോൾ അകത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് വനജ അവിടെ നിന്ന് അകത്തേക്ക് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.